ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ സൺഡേ ആണ്. സൺഡേ ഈവനിങ് ട്രിവാൻഡ്രത്ത് ശംഖുമുഖത്ത് വെട്ടുകാട് പള്ളി എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ജാതി മതഭേദമന്യേ എല്ലാ തരത്തിലുള്ള ആൾക്കാരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ വെട്ടുകാട് പള്ളി. മിക്ക ഞായറാഴ്ചകളിലും ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എന്താണെന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരുവിധം എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, അവിടെ വന്നിട്ടുണ്ടാവും. എന്നാലും കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെട്ടുകാട് പള്ളിയുടെ കാഴ്ചകളിലോട്ട് നമുക്കൊന്ന് പോയാലോ? അപ്പോൾ ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രസിദ്ധമായ വെട്ടുകാട് പള്ളിയിൽ എത്താൻ സാധിക്കും. ഇത് ആക്ച്വലി നമ്മളുടെ ശംഖുമുഖം ബീച്ച് സൈഡ് ഉണ്ടല്ലോ, ആ ബീച്ചിനോട് ചേർന്ന് തന്നെയാണ്, വളരെ അടുത്ത് തന്നെയാണ്, ശംഖുമുഖം ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് വെട്ടുകാട് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 5:30 മണിക്കാണ് അവിടുത്തെ മാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 6 മണി അടുപ്പിച്ചായി കഴിഞ്ഞു. ഞങ്ങൾ മാസ് ചില ദിവസങ്ങളിൽ മാസ് കൂടാറുണ്ട്, ചില ദിവസങ്ങളിൽ നമ്മളല്ലാതെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാറേ ഉള്ളൂ. ഈ വെട്ടുകാട് പള്ളിയിൽ എത്താനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള റൂട്ട് എന്ന് പറയുന്നത് ചാക്കയിൽ നിന്നും നമ്മുടെ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് വഴി കിടക്കുന്ന ശംഖുമുഖം വേളി റോഡാണ്. അതിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെട്ടുകാട് പള്ളിയിൽ എത്താൻ സാധിക്കും. ഈ കാണുന്നത് തന്നെയാണ് വെട്ടുകാട് പള്ളി. ഈ പള്ളിയുടെ ആ ഒരു കൺസ്ട്രക്ഷൻ ശൈലി ഒന്ന് കണ്ടു നോക്കിയേ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു കേരള അതുപോലെ യൂറോപ്യൻ ആർക്കിടെക്ചർ, ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ വെട്ടുകാട് പള്ളിയുടെ ആ ഒരു കൺസ്ട്രക്ഷൻ ശൈലി. 1934 ശരിക്കും പറഞ്ഞാൽ ഈ ദേവാലയത്തിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ആരംഭിച്ചത്. 1937 അത് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ പാദസ്പർശം ഏറ്റ ഒരു പുണ്യഭൂമി കൂടിയാണിത്. ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും ഈ വെട്ടുകാട് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവരുടെയും ഒരു വിശ്വാസമാണത്. മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ മനസ്സിലുള്ള വിഷമം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ മാറുമെന്നുള്ളത്. ഞങ്ങൾക്കും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ. വെട്ടുകാട് പള്ളി എന്നാണ് ഈ ദേവാലയം അറിയപ്പെടുന്നതെങ്കിലും ഇതിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മാദ്രേ ദ ദേവൂസ് എന്നാണ്. ദൈവത്തിന്റെ അമ്മ എന്ന അർത്ഥം വരുന്ന രീതിയിലാണ് ഈ പള്ളിക്ക് പേര് കൊടുത്തേക്കുന്നത്. മാദ്രേ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ വേർഡും അതുപോലെ ദ ദേവൂസ് എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് വേർഡുമാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് മാദ്രേ ദ ദേവൂസ് ദേവാലയം എന്നത് അറിയപ്പെടുന്നത്. മദർ ഓഫ് ഗോഡ് ചേർച്ച് എന്നും ഈ ദേവാലയം ശരിക്കും പറഞ്ഞാൽ അറിയപ്പെടും. ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്ന രീതി ഒന്ന് കണ്ടേ. കംപ്ലീറ്റ് വുഡിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ കളേർഡ് ആയിട്ടുള്ള വിൻഡോ പെയിൻറ്റ്സ്, അങ്ങനെയുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നല്ല ഹ്യൂജ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. ഒരുപാട് ആൾക്കാരെ ഒരേ സമയത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് ഇവിടെ സാധിക്കും. പിന്നെ ഇവിടെ കംപ്ലീറ്റ് തേക്കിലാണ് എല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ലൈറ്റൊക്കെ ഓണായി കഴിയുമ്പോഴത്തേക്ക് ഒരു വല്ലാത്തൊരു വൈബാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പോസിറ്റിവിറ്റിയൊക്കെ ഫീൽ ചെയ്യും ഇവിടെ നിൽക്കുമ്പം. ഇവിടെ മാസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ വന്നിരുന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും വളരെ ശാന്തമായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കും. ആകെ ഇവിടെ കേൾക്കുന്നത് കടലിൽ നിന്നും അടിക്കുന്ന ആ ഒരു തിരയുടെ സൗണ്ട് മാത്രം, അല്ലാതെ നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ടിരുന്ന് നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ സാധിക്കും. അതാണ് ഈ വെട്ടുകാട് പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ദേവാലയത്തിന്റെ കൺസ്ട്രക്ഷൻ 1934 റെവറൻഡ് ഫാദർ ഗോഡ്വിൻ ഗുഡിൻഹോയുടെ നേതൃത്വത്തിലാണ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങി വെച്ചത്. പക്ഷേ ഇത് പൂർത്തീകരിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചത് റെവറൻഡ് ഫാദർ മൈക്കിൾ ജോണിനാണ് 1937. ഈ ദേവാലയത്തിന്റെ നേരെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് കടൽ തന്നെയാണ്. ഇപ്പം മാസമൊക്കെ കഴിഞ്ഞ സമയം ആയതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങുന്നു. കുറേ ആൾക്കാർ ഇവിടെ സൈഡിൽ കുറേ ചെറുകിട കച്ചവടക്കാരുണ്ട്, അങ്ങോട്ടൊക്കെ പോകുന്നത് കാണാം. കുറേ ആൾക്കാർ ബീച്ച് സൈഡിലോട്ടും ഒക്കെ പോകുന്നത് കാണാം. വെട്ടുകാട് പള്ളി പകല് കാണുന്ന ആ ഒരു ഭംഗിയേക്കാൾ എനിക്കെപ്പോഴും ഇഷ്ടം രാത്രി ഇതുപോലെ വന്ന് നിന്ന് കാണുന്ന സമയത്താണ്. ശരിക്കും കണ്ടോ, എൻ്റെ ലൈറ്റ്സൊക്കെ ഓണായി കഴിയുമ്പോഴേ. തിരുനാൾ സമയത്ത് ഇത് കംപ്ലീറ്റ് ഇലൂമിനേറ്റഡ് ആണ്. ശരിക്കും ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ശൈലിയും ഇതിൻ്റെ ആ ഒരു കളർ തീമുമാണ് ഇതിനെ ഇത്രയും അട്രാക്റ്റീവ് ആക്കുന്നത്. ഈ ചേർച്ചിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിഗ്രഹങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും നേർച്ചയുണ്ട് അല്ലെങ്കിൽ സംഭാവനയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേർച്ചിൻ്റെ ഒരു ഓഫീസ് കൗണ്ടറും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പലതരത്തിലുള്ള നേർച്ചകൾ നമുക്കിവിടെ നേരാൻ സാധിക്കും.
ഈ ദേവാലയത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ പാദപൂജ. 1980 ശരിക്കും പറഞ്ഞാൽ ഈ പാദപൂജ ഇവിടെ ആരംഭിച്ചത്. ഇപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ക്രിസ്തുരാജ സന്നിധിയിൽ വെച്ച് ഈ പാദപൂജ ഇവിടെ നടത്തപ്പെടും. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ജാതി മതഭേദമന്യേ ഒരുപാട് തീർത്ഥാടകർ പങ്കെടുക്കുന്നത് നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വന്നാൽ കാണാൻ സാധിക്കും. ഈ ദേവാലയത്തിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് എല്ലാ വർഷവും നവംബർ മാസത്തിൽ നടക്കുന്ന ക്രിസ്തുരാജത്വ തിരുനാൾ മഹോത്സവമാണ്. അത് സാധാരണഗതിയിൽ നവംബറിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ് നടക്കുന്നത്. ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു തീർത്ഥാടന മഹോത്സവം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പള്ളികളിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹോത്സവം തന്നെയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഒരുപാട് തീർത്ഥാടകർ വന്നു പോകുന്ന ഒരു സമയം തന്നെയാണത്. ഈ ഇടവകയുടെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, പിന്നെ അതുപോലെ ഒരു സ്പോർട്സ് ക്ലബ്, ഒരു ലൈബ്രറി, അതുപോലെ ഒരു കോൺവെന്റ് എല്ലാം ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. അങ്ങനെ വളരെ ഭക്തിസാന്ദ്രമായ ഒരു സായാഹ്നം വെട്ടുകാട് പള്ളിയിൽ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ മടങ്ങുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വെട്ടുകാട് പള്ളി? ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്കുണ്ടാവുന്ന ആ ഒരു മനസ്സിനുണ്ടാവുന്ന ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും ഭയങ്കരമാണ്. ശരിക്കും ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ അവിടെ പോകുന്നത്. അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനുണ്ടാവുന്ന ആ ഒരു മനഃശാന്തി എന്നൊക്കെ പറഞ്ഞാൽ അതിഭയങ്കരമാണ്. പിന്നെ ആ പള്ളിയുടെ ആ ഒരു കൺസ്ട്രക്ഷൻ രീതി അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ്. അതും ശംഖുമുഖം കടൽ തീരത്ത് തന്നെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇരുന്ന് തന്നെ നമുക്ക് സൺസെറ്റും ഒക്കെ കാണാം. പള്ളിയിൽ കയറി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് കൂടെ തരിക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.